നമസ്കാരം. എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ദേശീയ താൽപര്യങ്ങൾക്ക് യൂറോപ്യൻ യൂണിയന്റെ സിംഗിൾ മാർക്കറ്റുമായി വിഷയാനുസൃതമായി അടുത്ത സഹകരണം തേടേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി കെ എസ് സ്റ്റാമർ വ്യക്തമാക്കി. ഞായറാഴ്ച നടത്തിയ പ്രസ്താവനയിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ബ്രെക്സിറ്റിന് ശേഷം യൂറോപ്യൻ യൂണിയനുമായി ബ്രിട്ടന്റെ ബന്ധം പുനഃപരിശോധിക്കേണ്ട സാഹചര്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ സ്റ്റാമർ എല്ലാ മേഖലകളിലും പൂർണ്ണമായ തിരിച്ചുചേരലല്ല ലക്ഷ്യമെന്നും വ്യക്തമാക്കി. വ്യാപാരം, വ്യവസായം, തൊഴിൽ മേഖലകൾ എന്നിവയിൽ ബ്രിട്ടന് ഗുണകരമായിട്ടുള്ള സഹകരണം വർദ്ധിപ്പിക്കുകയാണ് സർക്കാർ നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു. യൂറോപ്യൻ യൂണിയനിൽ വീണ്ടും അംഗമാവുകയോ സിംഗിൾ മാർക്കറ്റിൽ പൂർണ്ണമായും ചേരുകയോ ചെയ്യില്ലെന്നും എന്നാൽ രാജ്യത്തിന് പ്രയോജനകരമായ തീരുമാനങ്ങൾ പ്രായോഗികമായി സ്വീകരിക്കുമെന്നും സ്റ്റാമർ കൂട്ടിച്ചേർത്തു. കുട്ടികളിലെ അമിതവണ്ണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ജങ്ക് ഫുഡ് പരസ്യങ്ങൾക്ക് യുകെയിൽ കർശന വിലക്ക്. പുതിയ നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. കൊഴുപ്പ്, ഉപ്പ്, പഞ്ചസാര എന്നിവ കൂടുതലുള്ള ഭക്ഷണപാനീയങ്ങളുടെ പരസ്യങ്ങൾ രാത്രി 9 മണിക്ക് മുമ്പായി ടെലിവിഷനിലും ഓൺലൈനിൽ ഏത് സമയത്തും പ്രദർശിപ്പിക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ്. സോഫ്റ്റ് ഡ്രിങ്കുകൾ, ചോക്ലേറ്റുകൾ, പിസ്സ, ഐസ്ക്രീം തുടങ്ങിയവ കുട്ടികളിലെ അമിതവണ്ണത്തിന് പ്രധാന കാരണങ്ങളായ ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ചില ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ്, മധുരം ചേർത്ത ബ്രെഡ് ഉൽപ്പന്നങ്ങൾ, സാൻഡ്വിച്ചുകൾ എന്നിവയും വിലക്കിന്റെ പരിധിയിൽ വരും. ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയ പോഷകമൂല്യങ്ങൾ, സാച്ചുറേറ്റഡ് കൊഴുപ്പ്, ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ അളവ് എന്നിവ കണക്കിലെടുത്തുള്ള പ്രത്യേക സ്കോറിംഗ് സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലക്ക് ബാധകമാകുന്നത്. എന്നാൽ വിലക്ക് ബാധകമായ ഉൽപ്പന്നങ്ങളുടെ ആരോഗ്യകരമായ പതിപ്പുകൾ പരസ്യം ചെയ്യുവാൻ കമ്പനികൾക്ക് അനുമതിയുമുണ്ട്. ബ്രാൻഡ് നാമം മാത്രം ഉപയോഗിച്ചുള്ള പരസ്യങ്ങൾ ഫാസ്റ്റ് ഫുഡ് കമ്പനികൾക്ക് തുടരാം. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അറസ്റ്റ് ചെയ്യാതെ തന്നെ അഭയാർത്ഥികളുടെ മൊബൈൽ ഫോണുകളും സിം കാർഡുകളും പിടിച്ചെടുക്കുവാൻ ഹോം ഓഫീസ് നീക്കത്തിനെതിരെ നിയമവിദഗ്ധരും പീഡന വിരുദ്ധ സംഘടനകളും ശക്തമായ വിമർശനം ഉന്നയിക്കുന്നു. ചെറിയ ബോട്ടുകളിൽ കടൽ കടന്ന് രാജ്യത്തെത്തിയ അഭയാർത്ഥികളെ ഇന്നു മുതൽ കെന്റിലെ മാൻസ്റ്റൺ പ്രോസസിംഗ് കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനു മുൻപായി ഇലക്ട്രോണിക് പരിശോധനകൾ ഇവർക്കെതിരെ വിധേയമാക്കും. ഇതിനായുള്ള എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഹോം ഓഫീസ് അറിയിച്ചു. പുതിയ വ്യവസ്ഥകൾ പ്രകാരം ഒളിപ്പിച്ച സാങ്കേതിക ഉപകരണങ്ങൾ കണ്ടെത്തുന്നതിനായി തടവിലാക്കപ്പെട്ടവരുടെ വായ്ക്കുള്ളിൽ വരെ പരിശോധന നടത്തുവാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകും. എന്നാൽ കുട്ടികളെയും ഇതുപോലെ പരിശോധിക്കുമോ എന്ന കാര്യത്തിൽ അധികൃതർ ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ല. ചാനൽ കടന്നുള്ള അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുവാനുള്ള നടപടികളുടെ ഭാഗമായാണ് ഈ കർശന നീക്കം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിന് മുമ്പ് എലാൻഡ് റോഡ് സ്റ്റേഡിയത്തിൽ ലീഡ്സ് യുണൈറ്റഡ് ആരാധകൻ മരണപ്പെട്ടതായി ക്ലബ് അധികൃതർ അറിയിച്ചു. ഞായറാഴ്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായുള്ള മത്സരത്തിന് മുൻപായിരുന്നു സംഭവം. സ്റ്റേഡിയത്തിനുള്ളിൽ വെച്ച് ആരാധകന് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് അടിയന്തരമായി ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ലീഡ്സ് യുണൈറ്റഡ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. സംഭവത്തെ തുടർന്ന് ആവശ്യമായ സുരക്ഷാ മെഡിക്കൽ നടപടികൾ സ്വീകരിച്ചതായും ക്ലബ് വ്യക്തമാക്കി. ലീഡ്സ് യുണൈറ്റഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലുള്ള മത്സരം പിന്നീട് സമനിലയിൽ അവസാനിച്ചു. ആഷസ് പരമ്പരയിലെ 5ാം ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇംഗ്ലണ്ട് 384 റൺസിന് ഓൾ ഔട്ടായി. തകർപ്പൻ സെഞ്ചുറി നേടിയ ജോ റൂട്ടാണ് ഇംഗ്ലണ്ടിന് കരുത്തായത്. 242 പന്തിൽ 15 ബൌണ്ടറി സഹിതം 160 റൺസ് എടുത്താണ് റൂട്ട് മടങ്ങിയത്. 146 പന്തിലാണ് ജോ റൂട്ട് തന്റെ 41ാം ടെസ്റ്റ് സെഞ്ചുറി സ്വന്തമാക്കിയത്. പരമ്പരയിൽ താരം നേടുന്ന രണ്ടാമത്തെ സെഞ്ചുറിയാണിത്. ടെസ്റ്റിലെ 41ാം സെഞ്ചുറി പൂർത്തിയാക്കിയ റൂട്ട് ഓസീസ് ഇതിഹാസം റിക്കി പൌണ്ടിങ്ങിന്റെ സെഞ്ചുറി റെക്കോർഡിനൊപ്പം എത്തി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിലവിൽ കളിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറിയായുള്ള രണ്ടാമത്തെ താരമായി റൂട്ട് മാറി. 60 സെഞ്ചുറികളാണുള്ളത്. 84 സെഞ്ചുറികളുമായി വിരാട് കോഹ്ലിയാണ് ഒന്നാമത്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യുകയാണ്. ഓസ്ട്രേലിയ 155 റൺസിന് 1 വിക്കറ്റ് എന്ന നിലയിലാണ്. ലെബുഷീൻ, ഹെഡ് എന്നിവരാണ് ക്രീസിലുള്ളത്. യുകെയുടെ ഭൂരിഭാഗ മേഖലകളിലും വരും ദിവസങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായ എക്സീറ്ററിലെ മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകി. 24 മണിക്കൂറിനുള്ളിൽ ഉയർന്ന പ്രദേശങ്ങളിൽ 8 ഇഞ്ച് വരെ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ആഴ്ച അവസാനത്തോടെ തണുപ്പേറിയ കാലാവസ്ഥയും പ്രതീക്ഷിക്കാം. വെസ്റ്റ് മിഡ്ലാൻഡ്സ്, പീറ്റർബറോ, നോട്ടിംഗ്ഹാം, മാഞ്ചസ്റ്റർ, ന്യൂകാസിൽ, നോർത്ത് വെയിൽസിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ശൈത്യകാല കാലാവസ്ഥ പ്രതീക്ഷിക്കാമെന്ന് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പിൽ പറയുന്നു. മഞ്ഞിനുള്ള യെല്ലോ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് മഞ്ഞുവീഴ്ചയിൽ വൈദ്യുതി
മൊബൈൽ ഫോൺ സേവനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ഒരു ദിവസം മുഴുവൻ മഞ്ഞ് നീണ്ടു നിൽക്കുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ യാത്രാ ദുരിതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മെറ്റ് ഓഫീസ് വ്യക്തമാക്കി. ഉയർന്ന പ്രദേശങ്ങളിൽ താപനില 3 മുതൽ 5 ഡിഗ്രി വരെയാണ്. ഇത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നും UK ആരോഗ്യ സുരക്ഷാ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രായമായവരും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരും കൂടുതൽ കരുതലോടെ ഇരിക്കണമെന്നും ഏജൻസി മുന്നറിയിപ്പിൽ പറയുന്നു. ആടിയും പാടിയും ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ വർണ്ണാഭമാക്കി മാഞ്ചസ്റ്ററിലെ ബെറി മലയാളി കൾച്ചറൽ അസോസിയേഷൻ. ബെറിയിലെ പോളിഷ് സെന്ററിൽ നടന്ന ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷ ചടങ്ങിൽ കൂട്ടായ്മയിൽ അംഗങ്ങളായ നിരവധി പേർ പങ്കെടുത്തു. ഫെലിസ് നെവിഡാഡ 2026 എന്ന പേരിട്ട ആഘോഷ രാവിലെ കേക്ക് മുറിച്ച് ബെറി കൌൺസിലർ ഉംറാന ഫാറൂഖ് മറ്റംഗങ്ങളും ചേർന്ന് നിർവഹിച്ചു. BMCയുടെ യൂട്യൂബ് ചാനലിന്റെ സ്വിച്ച് ഓൺ ബെറി കൌൺസിലർ ഉംറാന ഫാറൂഖ് നിർവഹിച്ചു. ചടങ്ങിൽ ചന്ദ്രകല സുനിൽ അധ്യക്ഷത വഹിച്ചു. മുതിർന്നവരുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. സാന്റാക്ലോസിനൊപ്പം ഏകദേശം 35ഓളം കുഞ്ഞു സാന്റകൾ നൃത്തമാടിയത് പരിപാടി കൂടുതൽ വർണ്ണാഭമാക്കി. 2026-27 കാലയളവിലെ പുതിയ ഭരണസമിതി അംഗങ്ങളെ അന്നേ ദിവസം കൂടിയ പൊതുയോഗത്തിൽ തെരഞ്ഞെടുത്തു. BMCയുടെ മുൻ ഭാരവാഹികളായിരുന്ന പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും മറ്റ് ഭാരവാഹികളെയും ചടങ്ങിൽ ആദരിച്ചു. ചന്ദ്രകല സുനിൽ, ഡാനി ജോർജ്, ബേസിൽ, പ്രിൻസ്, നീന, ഡാനി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഹെറിഫോർഡ് സെന്റ് ബെഹനാൻസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ 3ാമത് ദേവാലയ പ്രതിഷ്ഠ പെരുന്നാളും ഒരുക്ക ധ്യാനവും സാധായുടെ ഓർമ്മയും ജനുവരി 9-10 തീയതികളിലായി വിപുലമായ ആത്മീയ പരിപാടികളോടെ ആഘോഷിക്കുന്നു. പെരുന്നാളിനോടനുബന്ധിച്ച് കൊടിയേറ്റ്, സന്ധ്യാനമസ്കാരം, ഗാനശുശ്രൂഷ, തിരുവചന ധ്യാനം, പ്രഭാത നമസ്കാരം, വിശുദ്ധ കുർബാന, മധ്യസ്ഥ പ്രാർത്ഥന, പ്രദക്ഷിണം, ആശീർവാദം, വെച്ചൂട്ട്, കൊടിയിറക്ക് എന്നിവ ഉണ്ടായിരിക്കും. പെരുന്നാളിൽ പങ്കെടുക്കുവാനായി വിശ്വാസികളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ഇടവക വികാരി രഞ്ജൂസ് കരിയ, ഇടവക ഭാരവാഹികൾ എന്നിവർ അറിയിച്ചു. ഹെറിഫോർഡിന്റെ കാവൽ പിതാവും പരിശുദ്ധ സഭയുടെ മധ്യസ്ഥനുമായ മാർ ബെഹനാൻ സഹദായുടെ നാമത്തിൽ 2023 ഹെറിഫോർഡ് സെന്റ് ബെഹനാൻസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയം സ്ഥാപിതമായത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറാക്കുമെന്ന ഉറപ്പിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്ന് കൌൺസിലറും മുൻ DGPയുമായ R ശ്രീലേഖ. കൌൺസിലറാകാൻ വേണ്ടിയല്ല മത്സരിപ്പിച്ചത്. BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലാണ് അവസാനം VV രാജേഷ് മേയറും ആശാനാഥ് ഡെപ്യൂട്ടി മേയറുമായതെന്ന് ശ്രീലേഖ തുറന്നടിച്ചു. ഒരു ഓൺലൈൻ മാധ്യമത്തോട് പ്രതികരിക്കുകയായിരുന്നു ശ്രീലേഖ. എലിപ്പനിക്ക് ചികിത്സയിലിരിക്കെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് തിരുവനന്തപുരം സ്വദേശി മരിച്ചു. വെങ്ങാനൂർ സ്വദേശിയായ D സുധാകരനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 4 മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എലിപ്പനിക്ക് ചികിത്സയിലായിരുന്നു. 2 ദിവസങ്ങൾക്ക് മുൻപാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. രോഗത്തിന്റെ ഉറവിടം വ്യക്തമല്ല. ദില്ലി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാനിനും ജാമ്യമില്ല. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം. മറ്റ് 5 പ്രതികൾക്കും സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. ഇന്ത്യക്കാരായ 22 പേരടങ്ങുന്ന ചരക്ക് കപ്പൽ നൈജീരിയയിൽ പിടിയിൽ. 31.5 കിലോഗ്രാം കൊക്കെയിൻ കടത്തിയെന്ന് ആരോപിച്ചാണ് ലാഗോസിലെ പ്രധാന തുറമുഖത്ത് MV അരുണഹുല്യ കപ്പൽ പിടിച്ചിട്ടിരിക്കുന്നതെന്ന് നൈജീരിയയിലെ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഏജൻസി വക്താവ് ഫെമി ബബഫെമി അറിയിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.